ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് പച്ചക്കായ അല്ലെങ്കിൽ പച്ച നേന്ത്രക്ക ആണെങ്കിലും പച്ചക്കായ ആണെങ്കിലും മതി. ഏതായാലും അത്യാവശ്യം വലുപ്പമുള്ള ഒരെണ്ണം എടുക്കുക. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ കറിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു പച്ച നേന്ത്രക്ക ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചീകി മാറ്റിയതിന് ശേഷം ഒരുപാട് തിക്കാക്കി എടുക്കരുത്, എന്നാൽ തീരെ നൈസാക്കി എടുക്കരുത്. കുറച്ച് വലുപ്പമുള്ള പീസാക്കി നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ. പച്ചക്ക കൊണ്ടും പച്ച നേന്ത്രക്ക കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് എടുക്കുന്നത് 2 പിടിയോളം സാമ്പാർ പരിപ്പ്, തുവരപ്പരിപ്പാണ്. നിറച്ച് 2 പിടി നിറച്ചെടുക്കുക കേട്ടോ. ഇനി ഇത് നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് കൊണ്ടുവരാം. നമുക്ക് ആദ്യം ഈ പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. മസ്റ്റായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേണമെങ്കിൽ ആവശ്യത്തിന് ഒരു ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചൊരു 1-2 വിസിൽ. ഇപ്പോൾ തൂരപ്പരിപ്പ് നിങ്ങൾ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ചെയ്യുന്നവരുണ്ട്, അങ്ങനെയാണെങ്കിൽ ഒരു വിസിൽ കേൾപ്പിച്ചാൽ മതി. അതല്ല നല്ലപോലെ സമയമെടുത്ത് കുതിർത്തിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് കായുടെ കൂടെ ഡയറക്റ്റ് വേവിച്ച് കൊടുക്കാം കേട്ടോ. വിസിൽ കേൾപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാനിത് കുതിർക്കാത്ത പരിപ്പായതുകൊണ്ട് തന്നെ കഴുകി വൃത്തിയാക്കി ആവശ്യത്തിന് വെള്ളം ഒരു ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് 2 വിസിൽ കേൾപ്പിച്ചെടുക്കുന്നുണ്ട്. അതൊന്നായി വരുമ്പോൾ പ്രഷറൊക്കെ പോയതിന് ശേഷം ഓപ്പൺ ചെയ്യുമ്പോഴേക്കും നമുക്ക് കായിൽ വേവാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേനും നമ്മുടെ പരിപ്പ് പ്രഷറൊക്കെ പോയി ഓപ്പൺ ചെയ്ത് കിട്ടും. ഈ കാ വെന്ത് വരുമ്പോഴേക്കും കേട്ടോ. ഒരെണ്ണം മതിയാവും, നമുക്ക് ഒത്തിരി ഒന്നും വേണ്ട. ഒരുപാട് ഇൻഗ്രീഡിയൻസ് മസാലപ്പൊടികളൊന്നും ഇല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഹൈപ്പ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ലൈക്ക്, ഷെയർ അങ്ങനെ വരുന്നിടത്ത് ഒരു ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാം. ആ ഹൈപ്പ് ഒന്ന് പ്രസ് ചെയ്തിട്ടതിന് ശേഷം ഒന്ന് ഓക്കെ കൊടുക്കുക. ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ വീഡിയോയ്ക്ക് ഗ്രോത്തിന് അത് നല്ലതാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവിനനുസരിച്ച് മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കുക. ഒരു പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എരിവിനനുസരിച്ച് ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർക്കാം. എരിവ് കൂടുതൽ വേണ്ടുന്നവർക്ക് അതിൽ കൂടുതൽ ചേർക്കാം. അപ്പോൾ പച്ചമുളക് ചേർക്കുകയാണെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറയ്ക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് കറിവേപ്പിലയും വേവാൻ ആവശ്യത്തിനുള്ള ഉപ്പും, ഇതിന് കായ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്നിളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. നമ്മുടെ തൂരപ്പരിപ്പിൽ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ കായൽ ഉപ്പ് ചേർക്കുമ്പം ശ്രദ്ധിക്കുക കേട്ടോ. കായ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് തിളച്ചിട്ട് നമ്മുടെ കായൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. കായം ഉടയാൻ പാടില്ല, എന്നാൽ വേവും വേണം. ആ ഒരു പരുവം ഉടഞ്ഞു പോരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. നമ്മുടെ കായ ഏകദേശം ഒന്ന് വെന്ത് വരുന്ന സമയത്തൊരു 70-80% വെന്ത് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പരിപ്പ് ആ വെള്ളത്തോട് കൂടി തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പരിപ്പ് വേവിക്കാൻ ഒരുപാട് വെള്ളം ഒഴിച്ച് വേവിക്കരുത്. അതുപോലെ തന്നെ കാ വേവിക്കുന്ന സമയത്തും ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ, ഒത്തിരി അങ്ങ് ലൂസായി പോവും. പരിപ്പ് ഏകദേശം ഒരു 80-85% വെന്തിട്ടുണ്ട്. ഇനി ബാക്കി കായും പരിപ്പും കൂടെ ഒന്നുകൂടെ നന്നായിട്ട് തിളച്ച് വെന്ത് വരട്ടെ. ഒത്തിരി അങ്ങ് ഉടഞ്ഞ് കുഴയുന്ന പരുവാവരുത്. അതുപോലെ തന്നെ കായ അങ്ങ് ഒരുപാട് ഉടഞ്ഞും പോരുത് കേട്ടോ, അത് ശ്രദ്ധിച്ചോളൂ. ഈ സമയത്ത് നമുക്ക് തേങ്ങയുടെ ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം കേട്ടോ. ഒരു നല്ല ഒരു പിടി 1-1.25 പിടിയോളം തേങ്ങ എടുക്കുക. തേങ്ങയുടെ അളവങ്ങ് ഒരുപാട് കൂട്ടണ്ട. എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകമാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് പൾസ് മോഡിൽ കറക്കിയെടുത്തു. ഇതിനകത്തേക്ക് ഒരു ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് അരച്ചെടുക്കാം. ജീരകം മാത്രം മതി കേട്ടോ, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം. അപ്പോഴത്തേനും നമ്മുടെ കായും പരിപ്പും ഒക്കെ വെന്ത് വരുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പ് എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. പരിപ്പൊരു ഇത്തിരി കൂടി വേവാനുണ്ട് കേട്ടോ. അപ്പം എന്താ പരിപ്പ് ഒന്നുകൂടെ ഒന്ന് വെന്ത് വന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പത്തിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക, കാരണം കായും പരിപ്പും ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇത് കുറുകും. അപ്പോൾ അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാടങ്ങ് തിക്കാക്കി ഓഫ് ചെയ്യരുത്, കാരണം ഇരിക്കുമ്പം കുറുകാൻ ചാൻസ് ഉണ്ട്. ഒത്തിരി അങ്ങ് വെള്ളം പോലെ ആവരുത്, എന്നാൽ തിക്കാക്കിയും വെക്കരുത്. ആ ഒരു രീതിയിൽ വെക്കുക കേട്ടോ. ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. നല്ല സിമ്പിളായിട്ടുള്ള നാടൻ കറിയാണ് കേട്ടോ. വെജിറ്റേറിയൻ ഊണൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്, എന്നും എന്താ വെറൈറ്റി ആയിട്ട് നമ്മൾ വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കുക എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് ഈ ഒരു രീതിയിലൊക്കെ ഉണ്ടാക്കുക. എപ്പോഴും നമുക്ക് കറികൾ ഉണ്ടാക്കാനാണല്ലോ
കൺഫ്യൂഷൻ. വെജിറ്റേറിയൻ ഉണ്ടാക്കുന്നവർക്ക് എപ്പോഴും സാമ്പാറും മോരും അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് സാമ്പാറോ മോരോ രസമോ ഇതൊക്കെയാണ് ഒരു ഓപ്ഷൻ. അപ്പോൾ കുറച്ച് മാറ്റി ചിന്തിക്കാൻ നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നല്ലപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചോളൂ. ഒരുപാട് ഇട്ടങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞ് തേങ്ങയുടെ ആ റോ ടേസ്റ്റ് മാറുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനി ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകിട്ടൊന്ന് പൊട്ടിക്കാം. അതിലേക്ക് ഒരു 2 വറ്റൽമുളക് 2ആയിട്ട് കട്ട് ചെയ്തതും ഒരു പിടിയോളം തേങ്ങ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങ നന്നായി മൂത്ത് വരണം. കളർ നന്നായി ചേഞ്ചായി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം ഓണാക്കി വെച്ച് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കരിഞ്ഞു പോവും. ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ തന്നെ മുളക് പൊടി അതിലേക്കിട്ട് പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഒന്ന് സ്പീഡായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അപ്പോൾ തന്നെ നമ്മുടെ കറിയിലേക്ക് താളിച്ച് കൊടുക്കുക. പാനിലും ഒരുപാട് നേരം വെച്ചേക്കരുത് കേട്ടോ, കരിഞ്ഞു പോവും. കാരണം പാനും നല്ല ചൂടാണല്ലോ. നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും കുറച്ചൊരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുക. ഓപ്ഷണലാണ് മുളക് പൊടി ചേർക്കുന്നത്. തേങ്ങ മസ്റ്റായിട്ടും ചേർക്കുക കേട്ടോ. തേങ്ങ ചേർത്ത് കഴിഞ്ഞാലാണ് നമുക്ക് കറിക്ക് ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുക. മുളക് പൊടി ഓപ്ഷണലാണ്, പക്ഷേ ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. കാണാൻ നല്ലൊരു കളർഫുള്ളായിരിക്കും. അതുപോലെ തന്നെ ആ ഒരു ടേസ്റ്റിനും ഡിഫറൻറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള നമ്മുടെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി. നമ്മൾ ഒരുപാട് തിക്കാക്കിയും വെച്ചിട്ടില്ല, ഒരുപാട് ലൂസാക്കിയും വെച്ചിട്ടില്ല. ഓവറായിട്ട് തിക്കാക്കി വെച്ച് കഴിഞ്ഞാൽ ഇരിക്കുമ്പോൾ ഇതിൽ കൂടുതൽ തിക്കായി പോകും തണുത്ത് കഴിഞ്ഞാൽ. ഒത്തിരി അങ്ങ് ലൂസാക്കി കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല. സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു നാടൻ കറിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യാം. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഞാൻ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ട്രൈ ചെയ്ത് നോക്കാൻ പറയുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങളും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. നിങ്ങളുടെയൊക്കെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്കും ട്രൈ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരിക. വ്യത്യസ്തമായ റെസിപ്പിയുമായിട്ട് നമുക്ക് പുതിയ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും ട്രൈ ചെയ്ത് നോക്കാനും, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി കേട്ടോ. നമുക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഏതെങ്കിലും റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഏതാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്ത് നോക്കാം. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാനും മറക്കരുത്. പ്ലേലിസ്റ്റിലുള്ള റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. വെജിറ്റേറിയൻ റെസിപ്പീസാണ് കേട്ടോ നമ്മൾ കൂടുതലും ചെയ്യുന്നത്. വ്യത്യസ്തമായ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ